ഹലോ ഗൈസ്, എല്ലാവർക്കും Mallustocktraderലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ട് എടുക്കുന്നതിന് മുൻപ് ഞാൻ എടുത്തിട്ടുള്ള പൊസിഷൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് BTCയുടെ 30,000 PE ആണ്. ഇത് ഞാൻ 4 ദിവസം മുൻപാണ് സെല് ചെയ്തത്. അപ്പോൾ ഇത് ലൈവായിട്ട് ചെയ്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ പിന്നെ 2 പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇന്നലെയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പ്രീമിയം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 ന്യൂ പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എടുത്ത പൊസിഷൻ 45,500 സിയും അതുപോലെ തന്നെ 41,500 PE ആണ് ഞാൻ സെല് ചെയ്തത്. ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ കൂടുതലും സെല്ലിംഗ് ആണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ സെല് ചെയ്തപ്പോൾ തന്നെ ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് വലിയൊരു മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഈ 2 ഓപ്ഷൻസിന്റെയും പ്രീമിയം വളരെയധികം താഴോട്ട് വന്നു. പ്രീമിയം എറോഷൻ നടന്നു. March 4 എക്സ്പയറി, അതായത് ഇപ്പോൾ നാളത്തെ എക്സ്പയറിക്കാണ് എടുത്തത്. അതുകൊണ്ടാണ് ആ ഒരു പ്രീമിയം ഇറോഷൻ നടന്നത്. നമ്മളിപ്പോൾ March 25ലേക്കാണ് ഈ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ ഒരു മന്ത്ലി എക്സ്പയറി ആണെങ്കിൽ അത്ര ഇറോഷൻ ഒന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള എക്സ്പയറി എടുത്തത്. ഇതിന്റെ ബ്രേക്ക് ഈവൻ പ്രൈസസും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് മോർണിംഗ് ആയപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് അതിനകത്ത് ഗെയിൻ ചെയ്യാൻ പറ്റി. എനിക്ക് ഇത് രണ്ടും കൂട്ടി, അതായത് 2 പൊസിഷനിൽ നല്ല രീതിയിൽ പ്രീമിയം എറോഷൻ നടന്നിട്ട് എനിക്ക് ഓൾമോസ്റ്റ് കിട്ടിയത് ഒരു 20 USDT അടുത്ത് പ്രോഫിറ്റ് കിട്ടി. ഞാൻ അപ്പോൾ തന്നെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചെയ്തതായിട്ട് എനിക്ക് അറിയാം. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് എങ്ങനെയാണ് ഇത് എക്സിറ്റ് ചെയ്യണമെന്ന് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ ഈ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ 2 പൊസിഷൻ എടുത്തു എന്നുള്ളത് ഞാനിപ്പോൾ ചാർട്ട് അനാലിസിസ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഈ 2 സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ എടുത്തു എന്നുള്ള റീസൺ ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൻഡ്ലെസ്റ്റിക് ചാർട്ട് എടുക്കുകയാണ്. ഇതാണ് BTCയുടെ ആ ഒരു ചാർട്ട്. ഇത് 1 hour ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, അതായത് ലെവൽസ് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അപ്സൈഡ് ലെവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡൗൺ സൈഡ് ലെവൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ലെവൽസിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് പ്രൈസ് മൂവ് ചെയ്യാമെന്നാണ് ഞാൻ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തത്. അതായത് കൺസോൾട്ടേഷൻ, നമുക്ക് പ്രീവിയസ്ലി നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് BTCയിൽ ഉണ്ടായി. അതിനുശേഷം പ്രൈസ് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാന്നർത്ഥം ആ ഒരു സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ളൊരു കണ്ടിന്യൂഷൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഓപ്ഷൻസ് സെല് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ബ്രേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷനിൽ വന്നതുകൊണ്ടാണ് ഞാൻ മുൻപ് നിങ്ങളോട് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിന്റെ ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു പ്രൈസ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത് 45,373 ആണ്. അപ്പൊ അതിന്റെ തൊട്ട് എബോവ് നമുക്ക് നെക്സ്റ്റ് സ്ട്രൈക്ക് വരുന്നത് 45,500 ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ലെവൽ സെല് ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്ക് കൺസോളിഡേറ്റഡ് റേഞ്ചിന് തൊട്ട് താഴെ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് 41,972 ആണ്. അപ്പോൾ പ്രൈസ് മേ ബി അവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് തൊട്ട് താഴെ ആയിട്ടുള്ള നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസ്, അതായത് 41,972 തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ 41,500 ആണ്. അപ്പോൾ 41,500 PE ഞാൻ സെല് ചെയ്തു. അതായത് ഈ ഒരു കൺസോളിഡേറ്റഡ് റേഞ്ചിന് താഴെ, അതായത് കുറച്ചുകൂടി താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുത്തിട്ടാണ് ഞാൻ സെല് ചെയ്തത്. അപ്പോൾ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് ഈ ഞാൻ സെല് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിന് താഴെ പോവില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ അത് സെല് ചെയ്തത്. അപ്പോൾ വൺസ് നമുക്ക് ഈ ഒരു കൺസോളിഡേറ്റഡ് റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 1 hour മുമ്പാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ചെയ്തപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ മുൻപേ തന്നെ പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തു. ആക്ച്വലി ഈ ഒരു ബ്രേക്കിലാണ് നമ്മൾ ആ ഒരു എക്സിറ്റ് എടുക്കേണ്ടത്. എന്തായാലും പ്രൈസ് നമ്മുടെ ലെവൽ എത്തിയിട്ടില്ല. നമുക്ക് സോൾഡ് ചെയ്തത് 41,500 ആണ്. ഇനിയും ഓൾമോസ്റ്റ് ഒരു 5,000 പോയിന്റ്സ് താഴോട്ട് വന്നാലാണ് നമുക്ക് ഈ ഒരു ലോസ് ആക്ച്വലി വന്നു തുടങ്ങുള്ളൂ. കാരണം നമ്മൾ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡേ എക്സ്പയറി ആണ്. അതായത് പ്രീമിയം നല്ല രീതിയിൽ എറോഡ് ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പയറിക്ക് ഉള്ളിൽ നമ്മുടെ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കളക്ട് ചെയ്ത പ്രീമിയം മൊത്തം പ്രോഫിറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെല്ലിംഗ് കൊണ്ട് ഗുണം എന്ന് പറയുന്നത്. പക്ഷെ ഓപ്ഷൻ സെല്ലിംഗിൽ നമുക്ക് അൺലിമിറ്റഡ് റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് റിസ്ക് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു BTC അതുപോലെ തന്നെ എത്തറിയത്തിലൊക്കെ നല്ല രീതിയിൽ വോൾട്ടാലിറ്റി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ 1,000 points 2,000 points ഒക്കെ മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷൻ, അതായത് നമ്മൾ മുൻപ് ലൈവായിട്ട് എടുത്ത ആ ഒരു പൊസിഷൻ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് നമുക്ക് 34 USDT പ്രോഫിറ്റ് ഉണ്ട്.
ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു 2200 ആ ഒരു റേഞ്ചിലുള്ള പ്രോഫിറ്റ്, ഇന്ത്യൻ മണി പ്രോഫിറ്റ് വരുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. ഇവിടെ ക്ലോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ക്ലോസ് പൊസിഷൻ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിലും അതുപോലെ തന്നെ ലിമിറ്റ് പ്രൈസിൽ വേണമെങ്കിലും നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൊടുക്കുക, 100% കൊടുക്കുക, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ മൊത്തമായിട്ട് സെല്ലാവുന്നതാണ്. ഞാൻ പുതിയതായിട്ട് ഒരു ട്രേഡ് ഇപ്പോൾ എടുക്കാൻ പോവാണ്. ഓപ്ഷൻസിലല്ല, ഞാൻ പകരം ഫ്യൂച്ചേഴ്സിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BTC ഞാൻ ചാർട്ട് നോക്കി, BTC നമ്മൾ ഒരു ട്രേഡ് എടുത്തു. ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത് സൊലാനയുടെ ചാർട്ടാണ്. അപ്പോൾ ചാർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സൊലാനയിൽ നമുക്ക് ഒരു നാരോ റേഞ്ച് പ്രൈസ് ആക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ആ ഒരു ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വേവ് താഴോട്ട് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ കൂടാതെ തന്നെ എനിക്ക് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, അതായത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ RSI നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡൈവേർജൻസ്, പ്രീവിയസ് ലോ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡൈവേർജൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് നെക്ക് ലൈനിൽ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിന്റെ ഇപ്പോൾ ലെഫ്റ്റ് ഷോൾഡറും റൈറ്റ് ഷോൾഡറും ഞാൻ മാർക്ക് ചെയ്യാം. ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഇത് റൈറ്റ് ഷോൾഡർ, ഇതാണ് ഇതിന്റെ ഹെഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വഴിയാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ വീണ്ടും പ്രൈസ് റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു ബൈ പൊസിഷൻ, നമുക്ക് സൊലാനയിൽ ഒരു ഫ്യൂച്ചർ ബൈ പൊസിഷൻ എടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല വോൾട്ടാലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വാർ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പ്രൈസ് ഇടിയാനും അതുപോലെ തന്നെ കയറാൻ ചാൻസ് കുറവാണ്, പെട്ടെന്ന് ഇടിയാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്തുള്ള സ്വിംഗ് ലോയിൽ വെക്കാം. നമ്മൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് നെക്സ്റ്റ് സ്വിംഗ് ലോ വരുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് 84 നമുക്ക് വെക്കാവുന്നതാണ്. എൻട്രി നമുക്ക് എടുക്കാവുന്നത് ഈ ഒരു ലെവലിലാണ്, 94 നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ അതിനും താഴേക്ക് നമുക്ക് നെക്സ്റ്റ് വരുന്നത് എൻട്രി ലെവൽ 93 അപ്പോൾ ഞാൻ 94 കുറച്ച് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ 93 ലിമിറ്റ് പ്രൈസ് ഇട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ബൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ നമുക്ക് ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലുണ്ട്. നമുക്ക് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സൊലാന സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനായാലും നമുക്ക് ലെവറേജ് കിട്ടുന്നതാണ്. നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നോക്കാം. സൊലാന ഓക്കെ, ഇവിടെ ഉണ്ട് അത്. ഇപ്പൊ സോളിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 94.28 ആണ്. നമുക്ക് 94 ഒരു 2 സൊലാന, അതായത് 2 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാൻ ഇടാം. അതുപോലെ തന്നെ 93 നമുക്കൊരു 2 ക്വാണ്ടിറ്റീസ് ഇടാം. അപ്പൊ ഇതാണ് ഓർഡർ വിൻഡോ. അപ്പൊ ഞാൻ മാർജിൻ വളരെയധികം കുറയ്ക്കുകയാണ്, ഞാൻ 5x ഇടുന്നുള്ളൂ. കാരണം ഫ്യൂച്ചേഴ്സിൽ നമ്മൾ മാക്സിമം ലെവറേജ് കുറച്ച് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം കൂടുതൽ ലെവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡിംഗ് ഫീസ് വരും. അപ്പൊ ഞാൻ 5 ടൈംസിൽ ഇട്ടിട്ടാണ് ലെവറേജ് സെറ്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് ഞാൻ 2 കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും 2 സോളാണ് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മാർജിൻ വരുന്നത് ഓൾമോസ്റ്റ് 37 USDT ആണ്. അപ്പൊ ഞാൻ ഈ ഒരു മാർജിനിൽ ഇപ്പോൾ ഇത് ബൈ ചെയ്യാണ്. നമുക്ക് ഇതിനകത്ത് എസ്റ്റിമേറ്റഡ് ലിക്വിഡേഷൻ പ്രൈസ് വരുന്നത് 75 ആണ്. അപ്പോൾ എപ്പോഴും ലിക്വിഡേഷൻ ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് എപ്പോഴും സെറ്റ് ചെയ്തിരിക്കണം. ലിക്വിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫീസും ചാർജൊക്കെ അവർ പിടിക്കും. കാരണം നമ്മുടെ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട്, അതായത് അവർ ആ ടൈമിൽ ബെസ്റ്റ് പ്രൈസിലായിരിക്കും സെല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ പൈസ പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ലിക്വിഡേഷൻ പ്രൈസിന് തൊട്ട് മുകളിലല്ല, കുറച്ചുകൂടി മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ലെവൽ എത്താറാകുമ്പോൾ നിങ്ങൾ സ്വയം മാനുവലായിട്ട് എക്സിറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പ്ലേസ് ഓർഡർ കൊടുക്കുവാണ്. പിന്നെ സെറോദ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചാർട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ബൈ പോയിന്റ് എനിക്കിപ്പോ ചാർട്ടിൽ തന്നെ മൂവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാണ്. ഇപ്പൊ 94.19 ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവാൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്ലേസ് ചെയ്ത ആ ഒരു ലെവലിൽ ഇപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് പൊസിഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, പൊസിഷൻ റണ്ണിങ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. നമ്മൾ ചാർട്ട് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് 84 സ്റ്റോപ്പ് ലോസ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് TP/SL എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വരുന്ന എക്സ്പെക്ടഡ് ലോസ്, അതായത് മാക്സിമം വരുന്ന ലോസ് എന്ന് പറയുന്നത് 20.40 USDT ആണ്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മുടെ ലെവലിൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ റിജക്ഷൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഒരു 2 USDT പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അത് ആ ഒരു നെക്ക് ലൈനിൽ വരുന്ന റിജക്ഷൻ ആണ്. മേ ബി മാർക്കറ്റ് ഇനിയും വീക്ക് ആണെങ്കിൽ പ്രൈസ് വീണ്ടും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും 20 USDT എനിക്ക് കുഴപ്പമില്ലാത്തൊരു ലോസ് ലെവലാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്സൈഡ് എന്തായാലും ഒരു 40 USDT ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.
ടാർഗറ്റ് ഓപ്പൺ ആണ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവലാണ്. പക്ഷെ അത് അവിടെ എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും എന്ന് എനിക്കറിയാം. 130 ഒക്കെ എത്തണമെങ്കിൽ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ഷോർട്ട് ടൈം പൊസിഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനിയപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക്, അതായത് ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ വാസറിക്സോ ബിനാൻസോ ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട്, ആ ഒരു ID സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അയച്ചാൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. മാക്സിമം ലൈക്കും സപ്പോർട്ട് ചെയ്യുക. താങ്ക്